നമ്മൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 എന്ന് പറയുന്ന ചാപ്റ്ററിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിനകത്ത് നമ്മൾ 3 ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇത് 3 എന്താണെന്നുള്ളത് നമ്മുടെ ഓരോ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ് വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് ദാണ്ടെ ഞാൻ ഇവിടെ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ AC. അതായത് ഈ ACയുടെ നീളം കാണാനാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു സൈഡിൻ്റെ ഒരു വശവും തരും, ഒരു നീളവും തരും, ഒരു ആംഗിളും തരും. ഇത് വെച്ച് മറ്റേ സൈഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ട്രിഗണോമെട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നീളം കൂടിയ വശം എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശമായിരിക്കും, അത് ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത്. അതിന് ഈ ആംഗിളിന് എതിരെ കിടക്കുന്നത് ഓപ്പോസിറ്റ്, ഇതെന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ സൈനാണോ കോസാണോ ടാനാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. കാരണം അത് തെറ്റിയ പിന്നെ ആൻസർ എല്ലാം തെറ്റി. ഇവിടെ നമുക്ക് ഏതാണ് തന്നിരിക്കുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? AC എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനീസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനീസ് ആണ് നമുക്ക് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനീസ് കണക്ട് ചെയ്തിരുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഏതാണ്? സൈൻ തീറ്റയാണ്. അപ്പോൾ നമ്മൾ സൈൻ തീറ്റ സമം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനീസ് കിട്ടും. അതിനുശേഷം സൈൻ തീറ്റയ്ക്ക് വരെ 30 എന്ന് പറഞ്ഞു കൊടുക്കണം. ഈക്വൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏത് വശമാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ BC ആണ്. ആ സൈഡിൻ്റെ നീളം കൊടുക്കും. ബൈ ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് AC ആണ്. അതിനുശേഷം സൈൻ 30ൻ്റെ വില എഴുതും. സൈൻ 30ൻ്റെയൊക്കെ വില ആ ടേബിളിലുണ്ട്, അത് നോക്കി പഠിക്കുക. ടെക്സ്റ്റിനകത്തൊക്കെ കിടപ്പുണ്ട്. 1/2 എന്ന് എഴുതും. ഈക്വൽ BC എന്ന് പറയുന്ന നീളം തന്നിട്ടുണ്ട് 6 ബൈ AC എന്ന് പറഞ്ഞാൽ AC എന്നിട്ട്, കാരണം AC ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമ്മളിതാ AC ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ 1 × AC എന്ന് എഴുതും. ഈക്വൽ 6 × 2 എന്ന് പറഞ്ഞ് എഴുതും. അതിനുശേഷം നമ്മളിതിനെ ക്രോസ് ചെയ്ത് ഞാൻ മാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്ക് ACയുടെ 1 × AC എന്ന് പറഞ്ഞാൽ AC 6 × 2 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ നമുക്ക് ACയുടെ വില കിട്ടും. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നൊരു പ്രോബ്ലം. ഇത് എങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ വേറൊരു മോഡലിൽ ചോദിക്കാം. ഒരു ഭിത്തി 6 മീറ്റർ ഉയരമുള്ള ഒരു ഭിത്തിയിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയും ആ ഏണിയുടെ ചുവടറ്റവും തറയും തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, തറയിൽ നിന്ന് എത്ര അകലെയാണ് ഏണി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏണിയുടെ നീളം എന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഈ AC ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആ ഏണിയുടെ ആ കേസുമായിട്ട് ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻ മാറ്റിയാൽ ഇതിൻ്റെ നീളം എന്തുവാ? AC കണ്ടുപിടിച്ചേക്കുന്നത് എന്താണ്? ഏണിയുടെ നീളമാണ്. അതുപോലെ തന്നെ മറ്റ് സൈഡുകളുടെ നീളവും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെയാണ് ഈ ട്രിഗണോമെട്രിയിൽ ആദ്യം ഈ റിലേഷൻ എഴുതുന്നത് കറക്റ്റായിട്ട് എഴുതണം. അത് തെറ്റിയാൽ പിന്നെ എല്ലാം പോകും. അത് നല്ലതുപോലെ മനസ്സിലാക്കി എഴുതുക എന്നുള്ളതാണ്.